ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമ്മുടെ കുറച്ച് കൂട്ടുകാരുടെ റിക്വസ്റ്റ് പ്രകാരം ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. നെയ്വടയുടെ റെസിപ്പിയാണ് ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പയിലൂടെ 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒട്ടും കട്ടയില്ലാതെ ഈ ഒരു ഡോ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ അരിപ്പയിലൂടെ അരിച്ചെടുത്തിട്ട് മൈദ യൂസ് ചെയ്യുന്നത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഏകദേശം ഒരു 1/4 ടീസ്പൂണിൽ അടുത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇതുപോലെ അരിച്ചെടുക്കാം. ഒട്ടും കട്ടയില്ലാതെ കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്യുന്ന രീതിയിലൊന്ന് അരിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് ബേക്കിംഗ് സോഡ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഒരു മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. 3 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. അത് പൊടിച്ചിട്ട് അത് മുഴുവനായിട്ട് ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. എന്നിട്ട് നടുവിൽ ഞാനൊരു കുഴി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഒരു 1/4 കപ്പ് ഡാൽഡയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഡാൽഡയ്ക്ക് പകരം നെയ്യ് എടുത്താലും കുഴപ്പമൊന്നുമില്ല. സൺഫ്ലവർ ഓയിലൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ട്. അതിലാരൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയ രീതിയിൽ ചെയ്യുമ്പോഴാട്ടോ ഡാൽഡയോ നെയ്യോ എടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് അധികം പുളിയില്ലാത്ത തൈര് കൂടെ ഈ ഒരു ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് മിക്സ് ചെയ്തെടുത്ത ശേഷം പിന്നെ നമുക്ക് സ്പൂൺ മാറ്റിയിട്ട് കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ കുറേശ്ശെ സൈഡിൽ നിന്നൊക്കെ ഈ ഒരു ഉള്ളിലേക്ക് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് കുഴച്ചെടുക്കണം. ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുക്കരുത് കേട്ടോ. വെള്ളം കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തൈര് ചേർത്ത് കൊടുത്താൽ മതി. ഒരിക്കലും വെള്ളം ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ നമ്മുടെ അത് കറക്റ്റായിട്ട് കിട്ടൂല. അപ്പോൾ ഇതുപോലെ കുറേശ്ശെ സൈഡിൽ നിന്നൊക്കെ മാവ് ഇങ്ങനെ എടുത്തിട്ട് പൊടികൾ ഇങ്ങനെ എടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കുഴച്ചെടുത്താൽ മതി കേട്ടോ. അപ്പം നോക്കിയിട്ട് ചെയ്യുക. വെള്ളം കുറവാന്ന് തോന്നുകയാണെങ്കിൽ തൈര് ചേർക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക. ഇപ്പോൾ നല്ല സോഫ്റ്റ് ഇല്ലെങ്കിൽ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ആ ഒരു സമയമാകുമ്പോഴേക്കും ഇതൊന്നുകൂടെ നല്ല സോഫ്റ്റായിട്ട് വരും കേട്ടോ. ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഷുഗർ സിറപ്പാണ്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടൊന്ന് ഷുഗർ സിറപ്പ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. 1 കപ്പ് പഞ്ചസാര തന്നെ മതി, അതിൽ കൂടുതൽ എടുക്കരുത്. 1/2 കപ്പ് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അതിലേക്കൊരു 1/4 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കുക. ഒരു നൂൽ പരുവെന്ന് പറയില്ലേ, നമുക്കറിയാലോ. ഒന്നിങ്ങനെ തൊട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു നൂൽ പരുവാവുന്ന സമയം അതിൻ്റെ തൊട്ട് മുന്നുള്ള സ്റ്റേജിൽ ഇത് ഓഫ് ചെയ്യാം കേട്ടോ. ഒരു നൂൽ പരുവാവേണ്ട, അതിൻ്റെ തൊട്ട് മുന്നുള്ള സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി നമുക്കവിടെ മാറ്റി വെക്കാം. ഇനി ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ചെറിയ ചൂട് വേണം കേട്ടോ. നമ്മൾ ഇതിലേക്ക് നെയ്വടയുടെ വട ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ചെറിയ ചൂട് വേണം. അപ്പോൾ ഇതവിടെ നമുക്ക് മാറ്റി വെക്കാം. അപ്പോഴേക്ക് നമുക്ക് ഇത് 1/2 മണിക്കൂറൊക്കെ ആയി. നമ്മുടെ ഈ ഒരു ഡോ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ചെറിയ ബോൾസ് ആക്കി എടുക്കാം. നമുക്ക് എത്രത്തോളം വലുപ്പമാണോ അത്രത്തോളം വലുപ്പത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെറിയ ബോൾസ് ചെറുനാരങ്ങ വലുപ്പത്തിലാണ് ബോൾസ് ആക്കി എടുത്തിട്ടുള്ളത്. ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്തിട്ട് ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. ക്രാക്കുകളൊന്നും ഇല്ലാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. അങ്ങനെ സൈഡിലൊക്കെ ക്രാക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഒഴിവാക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ സെൻറ്ററിൽ കൂടെ ഒരു വിരലിട്ടിട്ട് വലിയൊരു ഹോളാക്കി എടുക്കുക. ഇങ്ങനെ തിരിച്ച് വലിയ ഹോളാക്കണം. ചെറുതായി പോയാൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അത് കുറച്ചുകൂടെ ഒന്ന് വലുതാവും. നമ്മളിപ്പോൾ ഈ ഒരു എണ്ണയിലിടുന്ന പോലെ ആവില്ല. അത് ഫ്രൈ ചെയ്ത് വരുമ്പോൾ ഒന്നുകൂടെ ഒന്ന് വലിയ വടയായിട്ട് വരും. അപ്പോൾ ആ ഒരു സമയത്ത് ഹോളൊന്നും ഉണ്ടാവില്ല. അപ്പം കുറച്ച് വലുപ്പത്തിൽ തന്നെ ഹോൾ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഓയിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത്. ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ പെട്ടെന്ന് പുറം ഭാഗമൊക്കെ ബ്രൗൺ കളർ ആവുകയും ചെയ്യും, എന്നാൽ ഉൾഭാഗം വെന്ത് കിട്ടുകയില്ല. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇതുപോലെ ആയി കിട്ടും നമുക്ക്. അപ്പോൾ ഇതുപോലെ എന്നിട്ട് ആ ഒരു ചൂടോടെ തന്നെ ചെറിയ ചൂടുള്ള പഞ്ചസാര സിറപ്പിലേക്ക് അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടുത്തതും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് പഞ്ചസാര സിറപ്പിൽ എത്ര ടൈം ഇരിക്കണം എന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു വട ഫ്രൈ ചെയ്ത് അത് മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, അതുവരെ ഒരു ബാച്ച് ഷുഗർ സിറപ്പിൽ ഇട്ട് കൊടുത്താൽ മതി. അത്രയും ടൈമിൽ ഇരുന്നാൽ തന്നെ അത്യാവശ്യം നല്ല ഷുഗർ നമുക്ക് അതിലേക്ക് പിടിച്ച് കിട്ടും കേട്ടോ. കൂടുതൽ സമയം വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ എല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് കഴിയുമ്പോൾ മറ്റേത് ആ ഒരു ഷുഗർ സിറപ്പിൽ നിന്ന് എടുക്കുക. ഇത് അതിലേക്ക് ഇടുന്ന സമയത്ത് ഷുഗർ സിറപ്പ് മറ്റേത് രണ്ടും അതിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഈ രീതിയിൽ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് ചൂടോടെ കഴിക്കാം. പക്ഷേ ചൂടോടെ കഴിക്കുന്നതാണ് ഒന്നുകൂടെ ടേസ്റ്റ്. ഒന്നുകൂടെ തണുത്തിട്ട് ഒന്ന് സെറ്റ് ആയതിനു ശേഷം കഴിക്കുക കേട്ടോ. എന്നാലേ നമുക്ക് കറക്റ്റ് ആ ഒരു രീതിയിൽ കിട്ടുള്ളൂ. നല്ല ഡ്രൈ ആയിട്ട് കഴിക്കുമ്പോഴാണ് ഒന്നുകൂടെ നല്ല രീതിയിൽ കിട്ടുക. ഇതിപ്പോൾ നമ്മൾ ഡ്രൈ ആയിട്ടില്ല. ഇത് ഷുഗർ സിറപ്പിൽ നിന്ന് എടുത്ത ഉടനെയുള്ള രൂപമാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഈ ഒരു സമയത്തൊന്ന് മുറിച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഒരുപാടൊന്നും ഉള്ളിലേക്കാണ്ട് ഷുഗറൊന്നും പിടിച്ച് അങ്ങനെ സെറ്റായി വരുന്നേ ഉള്ളൂ. എന്നാലും കഴിക്കാനും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് സെറ്റായി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി ഡ്രൈ ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ.
ഇതിപ്പോൾ ഡ്രൈ ആയതിന് ശേഷമാണ്. അപ്പോൾ ഇതിലേക്ക് ഷുഗറൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും, കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഷുഗറൊക്കെ നന്നായിട്ട് ഉള്ളിലേക്കൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു നെയ്വടയാണ് കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവരും ഫോളോ ചെയ്യാനും മറക്കല്ലേ. താങ്ക്